ലോകത്താദ്യമായി കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ, ഒഡീഷ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് രംഗ്പോ. ഗർഭചിത്രം സ്ത്രീകളുടെ മൗലിക അവകാശമാക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഫ്രാൻസ്. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ രംഗ്പോ. ഗർഭചിത്രം സ്ത്രീകളുടെ മൗലിക അവകാശമാക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഫ്രാൻസ്. അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 42. ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോ. ലോക വന്യജീവി ദിനം മാർച്ച് 3. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ്. അന്താരാഷ്ട്ര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യ 42ാം സ്ഥാനത്ത്. വനകുറ്റകൃത്യങ്ങൾ തടയാനായി സംസ്ഥാന വനവകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ. അടുത്തിടെ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരം വാരാണസി. ദേശീയ സുരക്ഷിതത്വ ദിനമാണ് മാർച്ച് 4. സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് മറയൂർ. രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരം വാരാണസി. ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പാറ്റ്നയിൽ. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ് ഹരിതമിത്രം. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വരുന്നത് കൊൽക്കത്ത. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക. ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പാറ്റ്ന. AI അധ്യാപികയാണ് ഐറിസ്. ഹരിതകർമ്മ സേനയുടെ ആപ്പാണ് ഹരിതമിത്രം. 7ാമത് സ്പൈസസ് കോൺഗ്രസ് വേദി ന്യൂഡൽഹി. കേരള സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരിയാണ് കെ-റൈസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരള സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ്.